പ്രിയമുള്ള സുഹൃത്തുക്കളെ, ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കരുവാരക്കുണ്ട് GHS ഹൈസ്കൂളിലെ SPC, JRC, വിമുക്തി ക്ലബ്ബ് ഇവരൊക്കെ പാടെ ചേർന്നുകൊണ്ട് കരുവാരക്കുണ്ടിൽ ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള വിവിധ പരിപാടികളാണ് നടത്തിയത്. പ്രതിജ്ഞ, ഫ്ലാഷ് മോബ്, ലഹരി വിരുദ്ധ റാലി, ചിത്രരചനാ മത്സരം, കാർട്ടൂൺ, കിസ് കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ ലഹരി വിരുദ്ധ ഗാനം തുടങ്ങിയ പ്രോഗ്രാമുകളൊക്കെ നടത്തി. കരുവാരക്കുണ്ട് കിഴക്കേത്തല ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് പ്രോഗ്രാം നടത്തിയത്. കരുവാരക്കുണ്ട് പോലീസ് SI നാസർ സാർ, അതുപോലെ തന്നെ ASI വിനോദ്, വനിതാ പോലീസ് സിന്ധു, അധ്യാപകരായ പ്രമോദ്, മനോജ്, ഫാത്തിമ, ദീപ്തി എന്നിവരൊക്കെ നേതൃത്വം നൽകി. നമുക്കതിൻ്റെ ഒരു ചെറിയ വീഡിയോ, അതുപോലെ തന്നെ കരുവാരക്കുണ്ട് കിഴക്കേത്തല മുതൽ സ്കൂൾ വരെയുള്ള ഒരു ഘോഷയാത്രയും സന്ദേശ റാലി നടത്തി. നമുക്ക് അതല്ല അതിൻ്റെ ചെറിയൊരു വീഡിയോ. മദ്യം, മയക്കുമരുന്ന്, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി വസ്തുക്കൾ ആരോഗ്യത്തെയും കുടുംബത്തെയും സമൂഹത്തെയും തകർക്കുമെന്നും ഇവയുടെ ഉപയോഗം എൻ്റെ ചിന്തകളെയും പ്രതീക്ഷകളെയും മുരടിപ്പിക്കുമെന്നും ജീവിതനാശത്തിലേക്ക് എത്തിച്ചേരുമെന്നും ഞാൻ തിരിച്ചറിയുന്നു. ആയതിനാൽ ഒരിക്കൽ പോലും രുചിച്ചു നോക്കുകയോ ഉപയോഗിക്കുകയോ വിൽപ്പന നടത്തുകയോ ചെയ്യില്ലെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. മാത്രമല്ല, എൻ്റെ കൂട്ടുകാർ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽ. പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ വിദ്യാർത്ഥികൾ ഇവിടെ ഒരു റാലിക്ക് റെഡിയായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ച് ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയാവുന്നതാണ്. ലഹരി വരുത്തി വയ്ക്കുന്ന വിനകൾ ഓരോ വീട്ടിലും നാട്ടിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലഹരിക്ക് എതിരെ നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. ഈ ലഹരിക്കെതിരെയുള്ള ഈ അറിയുന്ന മറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവുമെന്നും എനിക്ക് തോന്നുന്നില്ല. ദിവസവും രാവിലെ മുതൽ പിറ്റേ ദിവസം നേരം വെളുക്കുന്നത് വരെ ഞങ്ങൾ ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് എത്ര കോളുകളാണ് സ്റ്റേഷനിലേക്ക് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഈ വീട്ടിൽ വെള്ളം അടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നു, അവിടെ മദ്യപിക്കുന്നു, ഇവിടെ ലഹരി ഉപയോഗിച്ച് കുറേ ആളുകൾ പ്രശ്നം ഉണ്ടാക്കുന്നു തുടങ്ങി നമുക്ക് ഇനിയിപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ലഹരിയിലേക്ക് തന്നെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് മദ്യപാനം ആയിരുന്നു വലിയ വിപത്തെങ്കിൽ, കഞ്ചാവായിരുന്നു വലിയ വിപത്തെങ്കിൽ, ഇന്ന് നമുക്ക് അറിയാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള രാസലഹരിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. MDMA പോലുള്ള രാസലഹരികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ കെമിക്കൽ ബാലൻസിന് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. ഇത്തരത്തിലുള്ള ലഹരിക്കെതിരെ SPC, JRC തുടങ്ങിയ സ്കൂളുകളിലെ കുട്ടികൾ നടത്തുന്ന ഇത്തരം പ്രചരണങ്ങൾക്ക് എല്ലാവരും സമൂഹം ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ടുണ്ട്. അതിലെ എല്ലാവിധ ആശംസകളും SPC